കഥയുടെ തുടക്കം പുരാതനകാലം മുതൽ. ഈ കഥ തുടങ്ങുന്നത് അതിപുരാതന കാലത്താണ്. കാനാൻ, ഇസ്രായേൽ, ജൂഡിയ എന്നൊക്കെ പേരിൽ അറിഞ്ഞിരുന്ന മണ്ണിൽ. ഏകദേശം 3000 വർഷം മുൻപ് ദാവീദ് രാജാവും ശലോമോനും ഇവിടെ യഹൂദരാജ്യങ്ങൾ സ്ഥാപിച്ചു. യഹൂദർക്ക് ഇത് ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയായിരുന്നു. എന്നാൽ ഈ മണ്ണിൽ അറബികളും നൂറ്റാണ്ടുകളോളം സമാധാനത്തോടെ ജീവിച്ചു. അങ്ങനെ ഒരുപാട് കാലം യഹൂദരും അറബികളും ഈ മണ്ണിൽ അവരുടെ ജീവിതം പങ്കിട്ടു. പിന്നീട് കഥ മാറുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം തകരുകയും പലസ്തീൻ പ്രദേശം ബ്രിട്ടന്റെ കൈകളിലാവുകയും ചെയ്തു. അപ്പോഴാണ് 1917-ലെ ബാൽഫോർ പ്രഖ്യാപനം വരുന്നത്. ബ്രിട്ടൻ പറഞ്ഞു, യഹൂദർക്ക് പലസ്തീനിൽ ഒരു സ്വന്തം നാട് വേണം. ഈ വാക്കുകൾ യൂറോപ്പിൽ പീഡനം അനുഭവിച്ചിരുന്ന ആയിരക്കണക്കിന് യഹൂദർക്ക് പ്രത്യാശ നൽകി. അവർ പലസ്തീനിലേക്കൊഴുകിയെത്തി. അതൊരു വലിയ കുടിയേറ്റത്തിന്റെ തുടക്കമായിരുന്നു. സംഘർഷത്തിന്റെ കനലെരിയുമ്പോൾ 1920 മുതൽ 1948 വരെ യഹൂദരുടെ ഈ വരവ് പലസ്തീനിലെ അറബികളിൽ ഭീതിയുണ്ടാക്കി. തങ്ങളുടെ മണ്ണിൽ അന്യർ ആധിപത്യം സ്ഥാപിക്കുകയാണോ എന്ന് അവർ ഭയന്നു. മെല്ലെ മെല്ലെ ഈ ഭയം സംഘർഷങ്ങൾക്ക് വഴിമാറി. യഹൂദരും അറബികളും തമ്മിൽ തെരുവുകളിൽ ഏറ്റുമുട്ടലുകൾ നടന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ പോലും അനേകം കലാപങ്ങളും ദുരന്തങ്ങളും അരങ്ങേറി. ഈ കാലഘട്ടം രക്തം പുരണ്ടതായിരുന്നു. പിന്നീട് 1947-ൽ ഐക്യരാഷ്ട്രസഭ ഒരു നിർദ്ദേശവുമായി വന്നു. പലസ്തീനെ രണ്ടായി വിഭജിക്കാം. ഒരു ഭാഗം യഹൂദർക്കും മറ്റേത് അറബികൾക്കും. യഹൂദർ ഇത് അംഗീകരിച്ചു, കാരണം അവർക്കൊരു രാജ്യം വേണമായിരുന്നു. പക്ഷേ അറബ് രാജ്യങ്ങൾക്കും പലസ്തീനികൾക്കും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മണ്ണ് വിഭജിക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 1948-ൽ കഥ വീണ്ടും വഴിത്തിരിഞ്ഞു. യഹൂദർ ഇസ്രായേൽ എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രം പ്രഖ്യാപിച്ചു. അതോടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് അവരുടെ വീടുകളും ഗ്രാമങ്ങളും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടിവന്നു. ഈ ദുരിതത്തെ പലസ്തീനികൾ അൽ നക്ബ് അഥവാ മഹാവ്യസനം എന്ന് വിളിക്കുന്നു. അവരുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി ഇതവശേഷിച്ചു. ഒരൊറ്റ യുദ്ധത്തിന്റെ കഥയായിരുന്നില്ല. 1956, 1967, 1973 വർഷങ്ങളിൽ വീണ്ടും വീണ്ടും അറബ് ഇസ്രായേൽ യുദ്ധങ്ങൾ നടന്നു. ഇതിൽ ഏറ്റവും നിർണായകമായത് 1967-ലെ 6 ദിവസത്തെ യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗോലാൻ ഹൈറ്റ്സ് തുടങ്ങിയ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഈ പ്രദേശങ്ങളുടെ ഭാവി ഇന്നും ഈ സംഘർഷത്തിന്റെ കാതിൽ തന്നെയാണ്. തങ്ങളുടെ മണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ പലസ്തീനികൾ നിസ്സഹായരായിരുന്നില്ല. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപമെടുത്തു. പിന്നീട് ഹമാസ് പോലുള്ള സംഘടനകളും രംഗത്തെത്തി. ഇവർ ഇസ്രായേലിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തി. ഹമാസിന്റെ ശക്തികേന്ദ്രം ഗാസയാണ്. അവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ പലപ്പോഴും രക്തരൂഷിതമായ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും കണ്ട ഈ കഥയിൽ സമാധാനത്തിന്റെ ചില പ്രതീക്ഷകളും മിന്നിമറഞ്ഞു. 1993-ൽ ഇസ്രായേലും PLOയും തമ്മിൽ ഓസ്ലോ ഉടമ്പടി ഒപ്പുവച്ചു. ഇത് ഒരു പുതിയ അധ്യായത്തിനു വഴിയൊരുക്കുമെന്ന് കരുതി. പക്ഷേ ആ പ്രതീക്ഷകൾ അധികനാൾ നീണ്ടില്ല. കരാറുകൾ ലംഘിക്കപ്പെട്ടു. ആക്രമണങ്ങൾ തുടർന്നു. സമാധാന ശ്രമങ്ങൾ പലതും പാളിപ്പോയി. ഗാസയിലെ ഉപരോധം ഇപ്പോഴും തുടരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റങ്ങൾ വർദ്ധിക്കുന്നു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ നിരപരാധികളായ കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ലോകരാജ്യങ്ങൾ പലപ്പോഴും ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ മണ്ണിൽ ശാശ്വതമായ സമാധാനമെന്നത് വിദൂര സ്വപ്നമായി അവശേഷിക്കുന്നു. കഥയുടെ സാരം: ഒരേ മണ്ണ്, 2 സ്വപ്നങ്ങൾ. ഈ കഥയുടെ സാരം ഇതാണ്: പലസ്തീനികളും ഇസ്രായേലികളും ഒരേ മണ്ണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ അവകാശവാദങ്ങളുണ്ട്, മതപരമായ വിശ്വാസങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളുണ്ട്. ഈ സങ്കീർണതകൾ പരസ്പരം കെട്ടുപിണഞ്ഞ് ഒരു വല്ലാത്ത കുരുക്കായി മാറിയിരിക്കുന്നു. ഈ മണ്ണിൽ എന്നാണ് ശാന്തിയും സമാധാനവും പൂക്കുന്നത് എന്ന് കാലം മാത്രമേ പറയൂ.